ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആദ്യം ഊർജ്ജതന്ത്രമാണ്. നമുക്ക് വായിച്ചു നോക്കാം. ആദ്യത്തെ ചോദ്യം വായിച്ചു നോക്കാം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതമാണ്. ഒന്നാമത്തെ പദജോടിയിലെ ബന്ധം കണ്ടെത്തി രണ്ടാമത്തേത് പൂരിപ്പിക്കുക. വ്യാപ്തം m³. അപ്പോൾ സാന്ദ്രത എന്തായിരിക്കും? കിലോഗ്രാം ബൈ m³. ഇനി അടുത്ത ചോദ്യം, സൗരയൂഥങ്ങൾക്കിടയിലെ ഗ്രഹങ്ങൾക്കിടയിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? അതിൻ്റെ ആൻസർ എന്താണ്? അനുയോജ്യമായ യൂണിറ്റ് ഏതാണെന്നാണ് ചോദ്യം. nm AU കിലോമീറ്റർ. അപ്പോൾ ഏതാണ്? മീറ്റർ, നാനോമീറ്റർ, AU ആസ്ട്രോണമിക്കൽ യൂണിറ്റ് കിലോമീറ്റർ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? AU ആണ് കറക്റ്റ് ആൻസർ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത്? ത്വരണം ഒരു അതിശ അളവാണ്. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചലനത്തിനുള്ള ഒരു വസ്തു തുല്യമായ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ ചലനം ഡാഷ് ആണ്. സമവേഗം, അസമവേഗം. ചലനത്തിനുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ ചലനം എന്താണ്? സമവേഗമാണ്. അപ്പോൾ ആൻസർ ഏതാണ്? സമവേഗം. ഇനി അടുത്ത ചോദ്യം നോക്കാം. 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 സ്കോർ വീതമാണ് കിട്ടുക. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആകുന്നു. മാസ് എന്നാൽ എന്ത്? അപ്പോൾ എന്താണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. എന്താണ് എഴുതേണ്ടത്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. ഓക്കെ. ഇനി അടുത്തത്, ഒരു ടൺ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. അടുത്ത ചോദ്യം നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര തിരിച്ച ഒരു ബസ്സിൻ്റെ പ്രവേഗം 6 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയി മാറുന്നു. ബസ്സിൻ്റെ ത്വരണം കണ്ടെത്തുക. ഓക്കെ. അപ്പോൾ ബസ്സിൻ്റെ ത്വരണം എങ്ങനെ നമുക്ക് കണ്ടെത്താം? ഇവിടെ u = എന്താണ്? 0 ആണ്. v = എന്താണ്? 30 മീറ്റർ/സെക്കൻഡ് ആണ്. t = എന്താണ്? 5 സെക്കൻഡ് ആണ്. t എന്ന് പറയുന്നത് സമയം. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ ഒരു സൂത്രവാക്യമുണ്ട്. അതെന്താണ്? a = v - u/t. ഓക്കെ. ഇവിടെ v എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 30 ആണ്. 30 - 0 ഹരിക്കണം 6. 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 എന്ന് 30/6. 30നെ 6 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 5 കിട്ടും. അപ്പോൾ ആൻസർ എന്താണ്? 5 മീറ്റർ/സെക്കൻഡ്² ആണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം. തന്നിരിക്കുന്നവയിൽ നിന്ന് ത്വരണം, മന്ദീകരണം എന്നിവയ്ക്ക് അനുയോജ്യമായ ഉദാഹരണം തിരഞ്ഞെടുക്കുക. പ്രകാശത്തിൻ്റെ ശൂന്യതയിലുള്ള സഞ്ചാരം, തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം, നിരപ്പായ തറയിൽ ഉരുളുന്ന പന്ത്. അപ്പോൾ ഇവിടെ ത്വരണത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനമാണ് ത്വരണത്തിന് ഉദാഹരണം. മന്ദീകരണത്തിന് ഉദാഹരണം ഏതാണ്? നിരപ്പായ തറയിൽ ഉരുളുന്ന പന്ത്. നിരപ്പായ തറയിൽ ഉരുളുന്ന പന്ത്. ഓപ്ഷൻ സി. ഇനി നമുക്ക് 8ാമത്തെ ചോദ്യം നോക്കാം. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകം നിശ്ചലാവസ്ഥയിലാണ്. ഇവിടെ അവലംബക വസ്തു ഏതാണ്? മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകം. അങ്ങനെ 2 സംഭവമാണുള്ളത്. ഒന്ന് മേശയും ഒരു പുസ്തകവും. ഇവിടെ അവലംബക വസ്തു ഏതാണ്? മേശയാണ് ഇവിടെ അവലംബക വസ്തു. മേശ. ഓക്കെ. ഇനി 2ാമത്തെ ചോദ്യം എന്താണ്? സൂര്യനെ അവലംബക വസ്തുവായി എടുത്താൽ പുസ്തകം ഏത് അവസ്ഥയിലായിരിക്കും? ചലനാവസ്ഥ, നിശ്ചലാവസ്ഥ? അപ്പോൾ ഇവിടെ ആൻസർ ചലനാവസ്ഥയിലായിരിക്കും. സൂര്യനെ അവലംബക വസ്തുവായി എടുത്താൽ പുസ്തകം ചലനാവസ്ഥയിലായിരിക്കും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. റോഡ് സുരക്ഷ
റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കാൽനടക്കാർ പാലിക്കേണ്ട ഏതെങ്കിലും 2 മുൻകരുതലുകൾ എഴുതുക. ഒന്നാമത്തേത് നമുക്ക് എന്ത് എഴുതാം? ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുക. പിന്നീട് നടപ്പാതയിലൂടെ നടക്കുക, റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുക, സീബ്ര വരയിലൂടെ നടക്കുക. ഇതിലേതെങ്കിലും 2 എഴുതാം. ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുക, നടപ്പാതയിലൂടെ നടക്കുക, റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുക, സീബ്ര വരയിലൂടെ നടക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 3 ഉത്തരം എഴുതുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരാൾ എയിൽ നിന്ന് ബി വഴി സിയിലെത്തിയ സഞ്ചാരപാത ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു ഡയഗ്രം കണ്ടില്ലേ? ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്താണ്? അയാളുടെ വേഗം കണ്ടെത്തുക. അപ്പോൾ അയാൾ എയിൽ നിന്ന് ബിയിലെത്തി, ബിയിൽ നിന്ന് സിയിലെത്തി, സിയിൽ നിന്ന് എയിലെത്തി. അപ്പോൾ എ ടു ബി എത്രയാണ്? എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എത്രയാണ്? 20 മീറ്റർ. ബിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം എത്രയാണ്? 60 മീറ്റർ. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് വഴി സഞ്ചരിച്ച് അയാൾ സിയിലെത്തി. അപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു? എ ടു ബി സഞ്ചരിച്ചു, ബി ടു സി. അതായത് 20 കൂട്ടണം 60 അല്ലേ? 20 മീറ്റർ പ്ലസ് 60 മീറ്റർ. അപ്പോൾ 80 മീറ്ററാണ് ആകെ സഞ്ചരിച്ച ദൂരം. ഓക്കെ, ഇനി എന്താണ് നമുക്ക് കാണേണ്ടത്? അയാളുടെ വേഗമാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അയാളുടെ വേഗം കണക്കാക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേഗം കണക്കാക്കാൻ ഇവിടെ എന്തെല്ലാം വേണം? ഒന്ന്, ആകെ സഞ്ചരിച്ച ദൂരം വേണം. രണ്ടാമത്തേത് ആകെ സമയവും വേണം. അപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം നമ്മൾ കണ്ടെത്തി. എ ബി പ്ലസ് ബി സി 20 കൂട്ടണം 60 80 നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ആകെ സമയമാണ്. ഇവിടെ ആകെ സമയം എത്രയാണ്? അവിടെ തന്നെ നൽകിയിരിക്കുന്ന 20ൻ്റെ താഴെ നമ്മൾ കാണുന്നില്ലേ 4 സെക്കൻഡ്, 60ൻ്റെ താഴെ നമ്മൾ കാണുന്നു 6 സെക്കൻഡ്. അപ്പോൾ ആകെ സമയം എത്രയാണ്? 4 സെക്കൻഡ് കൂട്ടണം 6 സെക്കൻഡ്, അപ്പോൾ 10 സെക്കൻഡ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേഗം കണ്ടുപിടിക്കാനുള്ള 2 കാര്യങ്ങൾ കിട്ടി. ദൂരവും കിട്ടി, സമയവും കിട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൂരത്തെ സമയം കൊണ്ട് ഹരിക്കുക. ദൂരം ഹരിക്കണം സമയം. അതായത് 80 മീറ്റർ ഹരിക്കണം 10 സെക്കൻഡ്, 8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് 80നെ 10 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടി? 8. അപ്പോൾ 8 മീറ്റർ പെർ സെക്കൻഡാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം അയാളുടെ പ്രവേഗം എത്രയാ എന്നാണ്. ഓക്കെ, പ്രവേഗം കാണാനുള്ള സൂത്രവാക്യം എന്താണ്? സ്ഥാനാന്തരം ബൈ സമയം. പ്രവേഗം കാണാനുള്ള സൂത്രവാക്യം എന്താണ്? സ്ഥാനാന്തരം ബൈ സമയം. അപ്പോൾ ഇവിടെ നമ്മൾ സ്ഥാനാന്തരവും കണ്ടുപിടിക്കണം, സമയവും കണ്ടുപിടിക്കണം. സമയം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ് 10 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ഥാനാന്തരം കണ്ടുപിടിക്കണം. ഇവിടെ സ്ഥാനാന്തരം എത്രയാണ്? നമ്മൾ സിയിലാണ് എത്തി നിൽക്കുന്നത്, എയിൽ നിന്നാണ് പുറപ്പെട്ടത്. അപ്പോൾ എയിൽ നിന്നുള്ള സിയിലേക്കുള്ള ദൂരമാണ് ഇവിടെ സ്ഥാനാന്തരം. അപ്പോൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എ സി ആണ്. അത് 70 മീറ്റർ ആണെന്ന് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രവേഗം കാണാനുള്ള സംഭവങ്ങളൊക്കെ കിട്ടി. സ്ഥാനാന്തരം ബൈ സമയം 70 മീറ്റർ ഹരിക്കണം 10 സെക്കൻഡ്. 70നെ 10 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 7 മീറ്റർ പെർ സെക്കൻഡാണ് കിട്ടുക. 7 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഉത്തരം എത്രയാണ്? പ്രവേഗം 7 മീറ്റർ പെർ സെക്കൻഡാണ്. ഇനി അടുത്ത ചോദ്യം, തിരികെ എയിൽ എത്തിയാൽ അയാളുടെ സ്ഥാനാന്തരം എത്രയാണ്? 0. തിരികെ എയിൽ എത്തിയാൽ അയാളുടെ സ്ഥാനാന്തരം എത്രയാണ്? 0. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡാണ്. ഒരു സോളാർ ദിനം എന്നാൽ എന്താണ്? എന്താണ് ഒരു സോളാർ ദിനം എന്ന് പറഞ്ഞാൽ? ഒരു സോളാർ ദിനം എന്ന് പറഞ്ഞാൽ ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു ദിവസം അഥവാ ഒരു സോളാർ ദിനം. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു ദിവസം അഥവാ ഒരു സോളാർ ദിനം. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? സോളാർ ദിനം എന്നത് എത്ര സെക്കൻഡാണ്? ഒരു സോളാർ ദിനം എന്ന് പറയുന്നത് നമുക്കറിയാം 24 മണിക്കൂർ ഉണ്ടല്ലേ. 24 മണിക്കൂർ ഗുണിക്കണം 60 മിനിറ്റ് ഗുണിക്കണം 60 സെക്കൻഡ്. അപ്പോൾ 86,400 സെക്കൻഡാണ്. ഒരു സോളാർ ദിനം എത്ര സെക്കൻഡാണ്? 86,400 സെക്കൻഡ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം.
അടുത്ത ചോദ്യം എന്താണ്? സാന്ദ്രത എന്നാൽ എന്ത്? സാന്ദ്രത എന്നാൽ എന്ത്? അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഒരു യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിൻ്റെ മാസാണ് അതിൻ്റെ സാന്ദ്രത. ഒരു യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിൻ്റെ മാസാണ് അതിൻ്റെ സാന്ദ്രത. ഒരു യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിൻ്റെ മാസാണ് അതിൻ്റെ സാന്ദ്രത. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? പെട്രോൾ, ഡീസൽ തുടങ്ങിയ ദ്രാവകങ്ങൾക്ക് തീ പിടിച്ചാൽ വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാൻ ശ്രമിക്കരുത്. എന്തുകൊണ്ട്? മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ തുടങ്ങിയവയ്ക്ക് സാന്ദ്രത കുറവാണ്. അവ ജലത്തിന് മുകളിൽ വരുന്നു. അതിനാൽ തീ പിടിക്കുമ്പോൾ വെള്ളം ഉപയോഗിച്ചാൽ തീ കൂടുതൽ പടരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അനുയോജ്യമായ രീതിയിൽ പട്ടിക പൂർത്തീകരിക്കുക. അവിടെ അളവും യൂണിറ്റ് സദിശം അല്ലെങ്കിൽ അതിശം. അപ്പോൾ നമുക്കറിയാം സമയം സെക്കൻഡ്. സമയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. അതൊരു അതിശ അളവാണ്. ഇനി സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്താണ്? സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. അതൊരു സദിശ അളവാണ്. സ്ഥാനാന്തരം ഒരു സദിശ അളവാണ്. ഇനി അടുത്തത് വേഗം. വേഗത്തിൻ്റെ എന്താണ് യൂണിറ്റ്? വേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതൊരു അതിശ അളവാണ്. അതൊരു അതിശ അളവാണ്. അപ്പോൾ ഓപ്ഷൻ ഡി അതിശം. ഓക്കെ. ഇനി ഈ എന്താണെന്ന് നമുക്ക് തന്നിട്ടില്ല, പക്ഷേ അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് ത്വരണമാണ്. ത്വരണം. പിന്നെ എഫ് എന്താണ്? അത് ത്വരണം എന്ന് പറയുന്നത് സദിശമോ അതിശമോ? സദിശ അളവാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ